നവകേരള നിർമ്മാണത്തിന് ആവേശകരമായ കുതിപ്പ് നൽകാൻ ഉതകുന്ന ബജറ്റെന്ന് മുഖ്യമന്ത്രിയുടെ പ്രശംസ. ബജറ്റ് പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള നിർമ്മിതിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. മൈതാന പ്രസംഗം പോലുള്ള ബജറ്റ് എന്നായിരുന്നു ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രന്റെ വിമർശനം. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി ശരിയായി എന്ന ബജറ്റിന്റെ ആദ്യ വാചകം തന്നെ കാപട്യമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കേരളത്തെ ദുരന്തത്തിന്റെ കാണാക്കയത്തിലേക്ക് തള്ളിയിടുന്നതാണ് ബജറ്റ്. ഭൂനികുതി വർധനവ് സാധാരണക്കാരെ പിഴിയാനെന്നും UDF സമരമാലോചിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. യഥാർത്ഥത്തിൽ ഇത് പൊള്ളയായ ഒരു ബജറ്റാണ്. കാരണം നിലവിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച്, ധനസ്ഥിതിയെക്കുറിച്ചുള്ള യാതൊരുവിധ പരിഗണനയും ഇല്ലാതെ പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ ബജറ്റ്. ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള ക്ഷേമാശ്വാസങ്ങൾക്കും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വികസനത്തിനും ഒരുപോലെ ഊന്നൽ നൽകുന്നതാണ് ബജറ്റെന്ന് മുഖ്യമന്ത്രിയുടെ പ്രശംസ. ഭൂനികുതി ഉയർത്തിയത് സാധാരണക്കാരെ ബാധിക്കില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ബഡ്ജറ്റ് ഭാവിക്ക് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ബഡ്ജറ്റാണ്. അതേസമയം ഇടക്കാലത്തുണ്ടായിരുന്ന വല്ലാത്തൊരു സ്ട്രിഞ്ചൻസി മാറി കുറച്ചുകൂടെ നമുക്ക് ഹോപ്പ്ഫുള്ളായിട്ട് പോകാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളുണ്ടെന്ന് പ്രതീക്ഷ വെക്കുന്ന കാര്യമാണ്. പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പറഞ്ഞതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ബജറ്റെന്ന് കെ. സുരേന്ദ്രന്റെ വിമർശനം. യാതൊരു ഹോംവർക്കും ഇല്ലാതെ അവതരിപ്പിച്ച ഒരു ബജറ്റാണ്. കേരളം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ ഒന്നും ഈ ബജറ്റ് അഡ്രസ്സ് ചെയ്തിട്ടില്ല. കാർഷിക മേഖലയിലെ തകർച്ച പരിഹരിക്കാനുള്ള ഒരു നടപടിയും ഈ ബജറ്റിലില്ല. വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കും പരിഹാരം കാണാൻ സർക്കാരിന് സാധിക്കുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. സർക്കാരിന് ഇനിയും അവസരമുണ്ടെന്നും പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ലെന്നും LDF കൺവീനർ TP രാമകൃഷ്ണനും പറഞ്ഞു. 24 തിരുവനന്തപുരം.